ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ വൺ ഡേ ട്രിപ്പിലെ ആദ്യത്തെ യാത്ര വിലങ്ങാട് എന്ന കൊച്ചു പ്രദേശത്തെ ഒരു അടിപൊളി സ്പോട്ടായ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ്. ഞങ്ങൾ രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 6:30. നാദാപുരം ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ചൊക്ലിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ് വിലങ്ങാട്. തലശ്ശേരിയിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് വിലങ്ങാട്. അങ്ങനെ ഞങ്ങൾ വിലങ്ങാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വിലങ്ങാട് എത്തിയിട്ടുണ്ട്. വ്ളോഗിൽ കാണൂല. ഇതാണോ വാട്ടർഫോൾസ്? ഒരു കൈ തരുന്ന സഹായിക്കണം. സാഹസികം. അങ്ങനെ ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ലൊരു വൈബുണ്ട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടേ, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. ഞങ്ങൾ ഏകദേശം അടുത്തെത്താറായി. ആയവാ, സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ ആരും എത്തിപ്പെടാത്തൊരു സ്പോട്ടിലാണ് ഇതുള്ളത്. ഇതാണ് വിലങ്ങാട് വെള്ളച്ചാട്ടം. രാവിലെ ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രൈവസി ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഇവരൊക്കെ എല്ലാവരും വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറല്ലേ? അടിപൊളിയല്ലേ? നല്ല സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ല? അടിപൊളി. നല്ല തണുപ്പുണ്ട്. ഇവരൊക്കെ കുളിച്ച് ആർമാതിരിക്കാണ്. ഞങ്ങൾ രാവിലെ 7:30 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുമായിരുന്നു. തണുപ്പുമുണ്ട്, പിന്നെ ഇളം കാറ്റുമുണ്ട്. പിന്നെ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ വെള്ളം ശക്തമായിട്ടാണ് മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ്. ഈ വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിന് തന്നെ എൻ്റെ ഈ വോയിസൊക്കെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞതാവാം. അത്രയും നല്ല സൗണ്ട് ഉണ്ടായിരുന്നു.
പിന്നെ ഇത് വിലങ്ങാട് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. പിള്ളേരൊക്കെ നല്ല ആസ്വദിച്ച് ഇങ്ങനെ നല്ല ആസ്വദിച്ചിട്ട് കുളിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. നല്ല അടിപൊളി സ്പോട്ടാണ്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സ്പോട്ടായി. ഗോൾഡൻ ബ്ലാക്ക് അല്ല ഇതല്ലേ പറയുന്നപ്പ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. എല്ലാം കഴിഞ്ഞു. മഴയൊന്നുമില്ല, അതുകൊണ്ട് നല്ല അടിപൊളി എൻജോയ് ചെയ്തു. ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. ഹോട്ടലിൽ എന്തെങ്കിലും ഉണ്ടാകുമില്ല, ഹോട്ടൽ അടച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ അടുത്തൊന്നും ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലില്ല. ഇനി വിലങ്ങാട് ടൗണിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഓരോരുത്തരെ അഭിപ്രായം എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങള് അടിപൊളിയാണോ? അടിപൊളിയല്ല? ഒരാളെ കാണുന്നില്ലല്ലോ. അടിപൊളിയാണോ? മച്ചി അടിപൊളിയല്ലേ? സെറ്റാണ്. ഉരുട്ടിയ പാലം. ആഹാ, അടിപൊളി അടിപൊളി. മേലെ ഫോഗ്, നല്ല ഫോഗ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അടിപൊളി. വിലങ്ങാട് ഉരുൾപൊട്ടിയ സ്ഥലം. ഞങ്ങളിപ്പം വിലങ്ങാട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറേ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടിയ സ്ഥലം. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഫുഡ് കാണിക്കുന്നുള്ളൂ, പേടിക്കണ്ട. ഇനി ഞങ്ങൾ ഈ വഴിയിലോട്ടാണ് പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇതാണ് ഉരുൾപൊട്ടിയ സ്ഥലം. ഈ കാണുന്നതാണ് ഉരുൾപൊട്ടിയ സ്ഥലം. ഇതാണ് ഉരുൾപൊട്ടിയ സ്ഥലം. വിലങ്ങാട്. ഇതാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയ സ്ഥലം. ഇത്രയും വലിയ വലിയ കല്ലുകളാണ് താഴോട്ട് വന്നിരിക്കുന്നത് കാണുന്നത്. അതാ വീട് കാണുന്നില്ലേ, പകുതി പൊളിഞ്ഞിട്ട്. കല്ല് തന്നെ ഉണ്ട്, എന്തൊരു വലിപ്പാണ് ഈ കല്ല്. ഭയാനകം. ഇത് കണ്ടോ നിങ്ങൾ? അയ്യോ, ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നത് തൊട്ടിൽ പാലത്തിലാണ്. മറ്റേ അരികിലൊരു ചാരക്കമ്മായ. അങ്ങനെ ഞങ്ങളൊരു ചായക്കടയിൽ കയറി അവിടുന്ന് ജ്യൂസ് കുടിക്കാനുള്ള രീതിയിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. പഴയ മോഡലുള്ള സാധനങ്ങളാണ്. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ കഴിക്കുന്ന ജീരക മുട്ടായി, കടല മുട്ടായി കണ്ടോ. ഇതൊക്കെ ഇതുവരെ കാണാത്ത അങ്ങനെ ഞങ്ങൾ വയനാട് ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് കാണുന്ന കാഴ്ച. ഇതാ ഫോഗുകളുടെ മായാജാലം. അങ്ങനെ ഗൈസ്, ഇതാണ് ഫോഗ്. ഗൈസ്, അങ്ങനെ അവരെല്ലാം ഫോട്ടോ എടുക്കായിരുന്നു. ഫോട്ടോ ഷൂട്ടാണ്. ഈ ഒരു സ്ഥലം പക്രന്തളം ചുരം വ്യൂ പോയിന്റ് ആണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് ഒരു നിയറസ്റ്റ് പ്ലേസ് ഏതാ നല്ലൊരു സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇത് തൊട്ടിൽപ്പാലം മാനന്തവാടി റൂട്ടിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചു.
ഞങ്ങളവിടെ ചെന്നപ്പോൾ അങ്ങനെ ഫോഗൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാണാൻ പറ്റിയിരുന്നു. അതിനുശേഷം പിന്നെ ഫോഗൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ കരിയാത്തും പാറയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു സ്ഥലമായിരുന്നു. ആ ഒരു ഏരിയ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളവിടെ ചെലവഴിച്ചു. ഞങ്ങളങ്ങനെ കരിയാത്തുംപാറ പോകുന്ന വഴിയിലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തിയതാണ്. നല്ലൊരു വൈബാണ്. ആ സ്ഥലം ഒരു ഫിഷ് ഫാം ചെയ്യുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കരിയാത്തുംപാറ എത്തി. കരിയാത്തുംപാറയിലെ വ്യൂ ആണിത്. അടിപൊളി വൈബാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് കരിയാത്തുംപാറ അല്ലേ. നല്ല കാലാവസ്ഥയാണ്. മഴയൊന്നുമില്ല, വെയിലുമില്ല. ഇപ്പോൾ ഈവനിങ് ടൈമായി. 3:30 സമയം 3:30. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ മഴ പെയ്തു. അങ്ങനെ ഇവിടെ നിന്ന് പോകേണ്ട പരിപാടിയാണ്. അങ്ങനെ ഇന്നത്തെ 1 ഡേ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം പറയൂ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? മാച്ചിമോനോ ഹാപ്പി അല്ലേ? ഓക്കെ, ബൈ ബൈ. Signing off, cameraman Shanu Nappam. Just now.